ഇന്നത്തെ എപ്പിസോഡിൽ ആദർശിൻ്റെ അച്ഛൻ ഓഫീസിലേക്ക് വന്നിട്ട് ആദർശിനോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി അവൾക്ക്? സാധാരണ അവൾ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാത്തതല്ലോ, നീ പറഞ്ഞില്ലേ അവളോട് ചോദിക്കും. അപ്പോൾ ഞാനും കുറേ പറഞ്ഞു നോക്കി, പക്ഷെ അവൾ തീരുമാനം മാറ്റണില്ല, ഇനി അച്ഛനൊന്ന് പറഞ്ഞു നോക്ക് പറയും കേട്ടോ. അപ്പോൾ അച്ഛൻ പറയും, നീ പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ? എന്തായാലും ഞാനൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് തന്നെ പറയും. അതിന് ശേഷം അച്ഛൻ ചെന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴും നമ്മുടെ നയന അച്ഛനെ കാണുമ്പോൾ തന്നെ പറയും, അച്ഛൻ എന്തിനു വേണ്ടിയിട്ടപ്പം ഇങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയാം, എന്നെ അതിനു വേണ്ടി നിർബന്ധിക്കരുത് അച്ഛാ എന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ പറയും, നിന്നെ ആദ്യം വിളിച്ചപ്പോൾ നീ വേണ്ടാന്ന് പറയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ അവർ ഇത്രയും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കാശും എല്ലാം ചിലവാക്കിയിട്ട് നീ ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു തെറ്റ് തന്നെയല്ലേ മോളെ. അപ്പോൾ മോള് നന്നായി ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ടൊരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോവാണ് കേട്ടോ. അപ്പം നയന മനസ്സിൽ വിചാരിക്കും, അച്ഛൻ എന്നോടൊരു കാര്യം ഇതുപോലെ വന്ന് പറയേണ്ടി വന്നിട്ടില്ല, അങ്ങനെ ഒരു ഇടം ഞാൻ വരുത്തിയിട്ടില്ല, സോറി അച്ഛാ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കും കേട്ടോ. അങ്ങനെ ആദർശ് നയനയും കൂടി വീട്ടിലേക്ക് എത്താണ്. അപ്പോഴാണ് ആൻമേറ്റ് വിളിച്ചിട്ട് ദേവേനോട് പറഞ്ഞിട്ടുണ്ടാവും, എങ്ങനെയെങ്കിലും ഇത് സമ്മതിപ്പിക്കണം, ആര് പറഞ്ഞിട്ട് ആ മാഡം കേൾക്കണില്ല, എങ്ങനെയാലും സമ്മതിപ്പിക്കണം എന്ന് പറയുമ്പോൾ ദേവയാനി പറയാം, അത് ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കാമെന്ന് പറയും കേട്ടോ. അങ്ങനെ ദേവയാനി വേഗം ചെന്നിട്ട് മുത്തശ്ശിയോട് കാര്യം പറയാണ്. അപ്പോൾ മുത്തശ്ശി ദേവയാനീനെ ചിത്തം പറയണം, ചിലപ്പോൾ നിൻ്റെ ഫ്രണ്ടിൻ്റെ മോളാന്ന് അറിഞ്ഞതുകൊണ്ടാവും മകൾ നയന വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവുക, നിന്നോടുള്ള ദേഷ്യം കാരണം എന്നൊക്കെ വേണ്ട ദേവയാനീനെ കുറേ ചീത്ത പറയും കേട്ടോ. അപ്പോൾ ദേവയാനി അവിടെ നിന്ന് നീറ്റ് പോവും. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം നയന വരുമ്പോൾ നയനോട് മുത്തശ്ശിയും പറഞ്ഞു നോക്കൂ കേട്ടോ. അപ്പോൾ മുത്തശ്ശിയും പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അങ്ങനെ ആദർശ് അവസാനം റൂമിലെത്തിയതിന് ശേഷം കുറച്ച് ദേഷ്യപ്പെട്ട പോലെ സംസാരിക്കും. അപ്പോൾ നമ്മുടെ നയന പറയും, എന്നാൽ ഞാൻ പോവാം, പക്ഷേ എൻ്റെ കൂടെ ആണുങ്ങളൊന്നും പങ്കെടുക്കാത്ത പരിപാടിയല്ലേ, കുഴപ്പമില്ല, നിങ്ങളുടെ അമ്മയും കൂടിയും വരണം എന്ന് പറയും. അപ്പോൾ അത് എൻ്റെ അമ്മ ചിലപ്പോൾ വന്നു എന്നിരിക്കും, പക്ഷെ അമ്മ തോറ്റു എന്നുള്ള രീതിയിലാവും വരിക എന്നൊക്കെ പറയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ.